നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം സുവിശേഷങ്ങളെ കുറിച്ചിട്ടാണ്. സുവിശേഷങ്ങളിൽ തന്നെ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്ന സമാന്തര സുവിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത്. ദൈവവചനം എന്ന് പറയുന്നത് 66 പുസ്തകങ്ങളുടെ ഒരു കൂട്ടമാണ്, ഒരു ലൈബ്രറിയാണ്. അതിൽ നിന്ന് ദൈവനിശ്വാസീയമായിരിക്കുന്ന എഴുത്തുകാരാൽ അത് ഒന്നിച്ച് ചേർത്തതാണ്. അപ്പോൾ പഴയ നിയമത്തെക്കുറിച്ചും ബൈബിൾ സർവേയൊക്കെ നമ്മൾ മറ്റു പല അധ്യാപകരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പുതിയ നിയമത്തിൻ്റെ ഒരു കവാടമാണ്, പ്രവേശന കവാടമാണ് സുവിശേഷങ്ങൾ. നമുക്കറിയാം, 27 പുസ്തകങ്ങളിൽ ആദ്യ 4 പുസ്തകങ്ങൾ സുവിശേഷവും, പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ ചരിത്ര പുസ്തകവും, തുടർന്ന് ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും പ്രവചന പുസ്തകവുമാണ്. ഈ ആദ്യത്തെ 4 പുസ്തകങ്ങളിൽ മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം എന്നിവയാണ് സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് നാം ഇന്ന് പഠിക്കുന്നത്. അടുത്തതായിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നത് വ്യക്തമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ എഴുതപ്പെട്ടതാണ്. അപ്പോൾ യേശുവില്ലാത്ത സുവിശേഷവുമില്ല, യേശുവില്ലാത്ത ക്രിസ്ത്യാനിത്വവുമില്ല. അപ്പോൾ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനമാണ് യേശു എങ്കിൽ, യേശു ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, ക്രൂശിക്കപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. ഈ തിരുവചന സത്യങ്ങളെ കുറിക്കുന്ന വിവരണമാണ് ഈ സിനോപ്റ്റിക് ഗോസ്പലിലൂടെ നാം കാണുന്നത്. യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും വരെയുള്ള കാര്യങ്ങൾ നാം ഈ സുവിശേഷങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അപ്പം അതാണ് അതിൻ്റെ ഒരു മുഖവരിയായിട്ട് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന അധ്യായം 1 സമാന്തര സുവിശേഷ പ്രവേശിക. നാം സുവിശേഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് കഴിയുന്നത്? ഒന്നിച്ച് കാണുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരുപോലെ കാണപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു തുടർച്ചയായ ഒരു വായന നമുക്ക് സാധ്യമാണ്. വളരെ ലഘുവായി, വളരെ ലാളിത്യത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ എഴുതപ്പെട്ട സുവിശേഷങ്ങളാണ് അവ. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 9-ാം വാക്യത്തിലും 6-ാം അധ്യായം 52-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ സത്വാർത്ത എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. സുവാർത്ത ദൂതിയായിരിക്കുന്ന സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. പഴയ നിയമത്തിൽ തന്നെ പറയുകയാണ്, ഒരു സുവാർത്ത നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞ സമാധാനം സുവിശേഷിക്കുന്നവന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. സമാധാനത്തെ അന്വേഷിച്ച് നന്മയെ പിന്തുടരുക, രക്ഷയെ പ്രസിദ്ധമാക്കുക എന്നൊക്കെയാണ് ഈ 2 വാക്യങ്ങൾ കാണുന്നത്. വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ അത് നോട്ട് ചെയ്ത് നന്നായിരിക്കും. യെശയ്യാ പ്രവാചകൻ 40:9 52-ന്റെ 6-7 വാക്യങ്ങൾ പറയുന്നു സദ്വാർത്ത. വേറൊരു ഭാഗത്ത് നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കേണ്ടതിനെ എന്ന് നാം കാണുന്നുണ്ട്. എന്താണ് സദ്വാർത്ത? സുവിശേഷം എന്ന വാക്കിന്റെ പദം നമ്മൾ പഠിക്കും. സുവിശേഷം, നല്ല വർത്തമാനം. നല്ല വർത്തമാനം. നമുക്ക് തോന്നാം, ഇത്രമാത്രം വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നാം പത്രദ്വാര, സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷനിലൂടെയൊക്കെ അനേക വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഇന്ന് നമ്മുടെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ എന്തെങ്കിലും നല്ല വാർത്തയുണ്ടോ? ഏതെങ്കിലും ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു വാർത്ത നമുക്ക് കാണുവാൻ കഴിയുമോ? TV-യിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുമോ? സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കാണാൻ കഴിയുമോ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് യേശുക്രിസ്തു ജനിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മലാക്കിക്ക് ശേഷം ദൈവിക ഇടപെടലുകളില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ശേഷമാണ് യോഹന്നാൻ
യോഹന്നാൻ സ്നാപകനിലൂടെ വിളിച്ചു പറയപ്പെട്ട ആ യേശു ക്രിസ്തുവിന് ജന്മം സംഭവിക്കുന്നത്. യെശയ്യാപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതിന് തുടർച്ചയായിട്ട് പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം, മലാക്കിക്ക് ശേഷം ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവിക വെളിപ്പാടുകൾ ഒന്നും ലഭിക്കുന്നില്ല. ആധ്യാത്മിക രംഗം വളരെ അഴിമതിയും കപട സദാചാരവാദവും സ്ഥാപിതത്തിന്റെയും രംഗമായി മാറി. ഭൗതിക മേഖല തികച്ചും റോമൻ സാമ്രാജ്യത്വത്തിന്റെ അടിമത്വത്തിലായി യഹൂദന്മാർ അടിമകളെ പോലെ ജീവിക്കുക. അവർക്ക് സന്തോഷിക്കുവാനായിട്ട് ഒന്നുമില്ല. റോമൻ ഭരണാധികാരികളുടെ കിരാതമായിരിക്കുന്ന ഭരണത്തിന് കീഴിൽ അവർ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രതീക്ഷയുള്ള ആധ്യാത്മിക രംഗം, ദേവാലയം, യേശു പറയാണ്, കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. ഇനി റോമക്കാരുടെ ഭരണത്തിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് പ്രാർത്ഥനയിലും ആധ്യാത്മികതയിലും ശരണം പ്രാപിക്കാമെന്ന് വെച്ചാൽ ആധ്യാത്മികമായിരിക്കുന്ന രംഗം കച്ചവടച്ചരക്കായി മാറിയിരിക്കുകയാണ്. വർണ്ണവർഗ വിവേചനങ്ങളും സാമ്പത്തികമായിരിക്കുന്ന അസമത്വങ്ങളും കപട വിശ്വാസവും കപട ഭക്തിയും കൊണ്ട് മലീമസമായിരിക്കുന്ന ആത്മീയ രംഗം. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഒന്ന് നോക്കുക, അവിടെ ആട്ടിടയന്മാരോട് പറയുകയാണ്, സദ്വാർത്ത ഘോഷിക്കപ്പെടുകയാണ്. വെളിപ്രദേശത്ത് കാവൽ കാത്തുകൊണ്ടിരുന്ന ആ ആട്ടിടയന്മാർ സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുന്നുവെന്ന് ദൂതൻ പറയുകയാണ്. ഇതാ അവിടെ ഒരു സുവിശേഷം പിറക്കുകയാണ്. യേശുവിന്റെ ജന്മം എന്ന് പറയുന്നത്, യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നു. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. ആ വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിച്ചപ്പോൾ ചരിത്രത്തെ AD എന്നും BC എന്നും AD എന്നും തരംതിരിക്കുന്ന വിധത്തിൽ ചരിത്രത്തിന്റെ മധ്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മം ഉണ്ടാകുവാനായിട്ടിടയായി. അപ്പോൾ നമുക്കറിയാം, ഏവൻഗേലിയോൻ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് സുവിശേഷം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിന് സദ്വർത്തമാനം എന്നാണ് അർത്ഥം. സുവാർത്ത, സുവിശേഷം എന്നൊക്കെ നമുക്ക് ഭാഷാന്തരം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ ജനനം, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്തൊക്കെയാണ് ഈ സദ്വാർത്തയില്? നമുക്കറിയാം, ലേഖനങ്ങളിൽ നാം വായിച്ചിട്ടുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ നമുക്കറിയാം, സുവിശേഷത്തിന്റെ ആകത്തൊക നമുക്ക് കിട്ടി. യേശു ക്രിസ്തു ജനനം, വളർച്ച, ശുശ്രൂഷ, മരണം, അടക്കം, ഉദ്ധാനം, സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ ഉൾപ്പെടുകയാണ്. അവരുടെ ജനനം സന്തോഷ വർത്തമാനമായിരുന്നു. അവരുടെ ജീവിതം സന്തോഷമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാനും, കുരുടരുടെ കണ്ണു തുറക്കുവാനും, തളർന്നിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാനും ഉള്ള സന്തോഷമായിരുന്നു അവന്റെ സുവിശേഷം. പാപികളെ സ്നേഹിത എന്ന് വിളിച്ച് മാറോടണയ്ക്കുന്ന ആ സ്നേഹമായിരുന്നു അവന്റെ സുവിശേഷം. പാപിനിയായവളെ കല്ലെറിയുമ്പോൾ, ചുറ്റും കൂടി നിൽക്കുമ്പോൾ ചോദ്യശരങ്ങളുമായി വന്ന പരീശ പ്രമാണിമാരോട് അവന്റെ ഒരു വാക്കിന് മുൻപിൽ സകലരും തിരിഞ്ഞുപോയി. അവൾക്കന്ന് അതൊരു സദ്വാർത്തയായിരുന്നു. യേശുവിന്റെ ജീവിതം സദ്വാർത്തയായിരുന്നു. യേശുവിന്റെ മരണവും സദ്വാർത്തയാണ്. ലോകത്തിന് മനസ്സിലാകാത്ത ഒരു സദ്വാർത്തയാണ് യേശുവിന്റെ മരണം. ഇന്ന് പലപ്പോഴും നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കതിൽ ദുഃഖം, അയ്യോ ദൈവത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള ദുഃഖമാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷില് ദുഃഖ വെള്ളിയാഴ്ചയല്ല,
ഇംഗ്ലീഷിൽ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. അതൊരു സത്വർത്തമാനമാണ്. നമുക്ക് ആ കാൽവറി ക്രൂസിലേക്ക് ഒന്ന് നോക്കുക. കാൽവറി ക്രൂസിലേക്ക് നാം ഒന്ന് നോക്കിയാൽ നമുക്കറിയാം, രണ്ട് കള്ളന്മാർ, ഇടത്തും വലത്തുമായിട്ട് രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ, രണ്ടുപേരും ഒരുപോലെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരുവൻ പറയുകയാണ്, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഇവനോ അരുതാത്തതൊന്നും ചെയ്തു. എന്നിട്ട് അവൻ പറയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ യേശു അവനോട് പറയുന്ന മറുപടി സദ്വാർത്തയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഈ സദ്വർത്തമാനം ആർക്ക് പറയുവാൻ കഴിയും? പർദോസ് എന്ന ഒരു വാക്കാണ് പർദീസ എന്നതിന്റെ മൂലപദം. എന്താണ് ഈ പർദോസ് എന്ന വാക്ക്? പർദോസ് എന്ന വാക്കിന്റെ അർത്ഥം, വിജയശ്രീലാളിതരായിരിക്കുന്ന വ്യക്തികൾക്ക് രാജാവിനോടുകൂടെ ഭക്ഷണം കഴിക്കുവാനും രാജാവിന്റെ തോട്ടത്തിൽ ഉലാത്തുവാനും കഴിയുന്ന ഒരു മനോഹരമായിരിക്കുന്ന അനുഭവത്തെയാണ് ഈ ഫർദോസ് എന്ന് പറയുന്നത്. ഒരു സദ്വർത്തമാനമല്ലേ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള സദ്വാർത്ത മരണനിമിഷങ്ങളിൽ കൈമാറുകയാണ്. സദ്വാർത്തയാണ്. ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിലും പ്രതിസന്ധിയിലും ദുഃഖത്തിലും ദുരിതത്തിലും ശിക്ഷയിലുമായിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. ഞാൻ ചെറിയൊരു അനുഭവത്തിന്റെ കൂടെ പറയാം. ക്ലാസ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ അനുഭവങ്ങളും ചിന്തകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കുന്നംകുളത്ത് ജീവിച്ച ഒരു മിഷണറി വീരനായിരുന്നു വി നാഗൽ. ഈ നാഗൽ പറവൂരിലുള്ള ജയിലിൽ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ കുറ്റവാളികളായിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. അവരെ കുറ്റം എന്ന് പറയുന്നത് അവർ കുലപാതകികളായിരുന്നു. അതുകൊണ്ട് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. നാഗൽ സാഹിബിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷെ ലോകത്തിന്റെ നിയമം അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദിവസം അടുത്ത് വന്നപ്പോൾ ജയിലധികാരികൾ ആ തടവുപുള്ളികളോട് ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നാഗൽ സാഹിബിനെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നാഗൽ സാഹിബിനെ ആളയച്ച് വരുത്തുന്നു. നാഗൽ സാഹിബ് അവിടെ കടന്നു വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അത്ഭുതം കൂറി നിൽക്കെ അവരോടായിട്ട് സംസാരിക്കുകയാണ്. ഇവർ ലോകപ്രകാരം കുറ്റവാളികളാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ സുവിശേഷം അംഗീകരിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവർ ഇന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കും. ചുറ്റും കൂടി നിന്ന കുറ്റവാളികളായിരിക്കുന്ന സഹതടവുകാർ അത്ഭുതം കൂറി നോക്കി നിൽക്കെ, ജയിലധികാരികൾ നിർനിമേഷരായി നോക്കി നിൽക്കെ, ആ നാഗൽ സാഹിബ് ആ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അവരുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാടി, പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപബന്ധം അഴിക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. പലർക്കും ആ പാട്ട് അറിയാമായിരിക്കും. പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപബന്ധം അഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപികളെ, യേശുവിന്റെ രക്തം മാത്രം. ഇതാണ് അവസാന നിമിഷങ്ങളിലും പ്രത്യാശ നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വർത്തമാനം. മരണത്തിനപ്പുറമുള്ള നിത്യതയെക്കുറിച്ചുള്ള അവിടെ കടന്നു വന്ന് നമ്മോട് പറയുന്ന യേശുവിന്റെ സുവിശേഷത്തിന് മാത്രമേ അത് നൽകുവാനായിട്ട് കഴിയൂ. ലോകത്തിന്റെ രക്ഷയായിരുന്ന യേശുവിന്റെ വരവിന്റെ ലക്ഷ്യം ലൂക്കോസ് 4:16 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിൽ സുവിശേഷം എന്ന പദം എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിൽ 77 പ്രാവശ്യം സുവിശേഷം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ 12 പ്രാവശ്യം ഈ സുവിശേഷങ്ങളിലാണ് കാണുന്നത്, ബാക്കി ലേഖനങ്ങളിലും കാണുന്നു. അപ്പോൾ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം.
അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സുവിശേഷങ്ങളുടെ സാദൃശ്യം. 4 സുവിശേഷങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 4 സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങൾ ഏതൊക്കെയാണ്? മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്നാൽ പലപ്പോഴും 4 സുവിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഒന്നും സുവിശേഷങ്ങളല്ല. അവർ യേശുവിനെ കുറിച്ച് എഴുതിയതാണ് സുവിശേഷം, അവർ സുവിശേഷമല്ല. ഹല്ലേലൂയ. അത് പറയാണ് വെളിപ്പാട് പുസ്തകത്തിലും യെഹെസ്കേൽ പുസ്തകത്തിലും 4 ജീവികളെ കുറിച്ച് കാണുന്ന ഭാഗമുണ്ട്. യെഹെസ്കേൽ 1:5, 1:10, 10:14 ഭാഗങ്ങളിലൊക്കെ കാണുമ്പോൾ 4 ജീവികളെ കുറിച്ചൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ നേരിട്ടുള്ളതല്ലാത്തതുകൊണ്ട് ഒരാളെ കൊണ്ട് വായിപ്പിച്ച് അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് നമ്മുടെ സമയം പോകും. അവിടെ പറയാണ് 4 മുഖങ്ങളുള്ള ഒരു ജീവിയെക്കുറിച്ചാണ് പറയുന്നത്. അതിന് 4 മുഖങ്ങൾ ഇതൊക്കെയാണ്. 1 മനുഷ്യമുഖം, 2 സിംഹമുഖം, അടുത്തത് കാളമുഖം, കഴുകുമുഖം. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് എസ്കേൽ 10:14 കാണുന്നത് കെരൂബ് മുഖം, മനുഷ്യമുഖം, സിംഹമുഖം, കഴുകുമുഖം. 4 മുഖങ്ങളാണ് കാണുന്നത്. സുവിശേഷത്തിൽ 4 മുഖങ്ങളാണുള്ളത്. നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ 4 മുഖങ്ങൾ. 1 മനുഷ്യമുഖം, 1 സിംഹമുഖം, കാളമുഖം, കഴുകുമുഖം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഇത് ക്രമത്തിലല്ലെങ്കിലും. 1 സിംഹമുഖം. മത്തായി എഴുതിയ സുവിശേഷം അവതരിപ്പിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്ന മശിഹായെ അവതരിപ്പിക്കുകയാണ്. യഹൂദയുടെ സിംഹമായിരിക്കുന്ന യേശുവിനെ അവതരിപ്പിക്കുകയാണ്, ഒരു രാജാവിനെ അവതരിപ്പിക്കുകയാണ്. യഹൂദന്മാർ കാലങ്ങളായി കാത്തുനിന്ന രാജാവിനെ അവതരിപ്പിക്കുമ്പോൾ യഹൂദയുടെ സിംഹമായി യേശുവിനെ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ ഭാഗം സിംഹമുഖം എന്ന് പറയുമ്പോൾ യഹൂദയുടെ സിംഹമായിരിക്കുന്ന യേശു മശിഹായെ പരിചയപ്പെടുത്തുവാനാണ് ആദ്യ ഭാഗം വിവരിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കാളമുഖം. നമുക്കറിയാം, കാള എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവന്റെ ശിക്ഷണം അനുഭവിച്ച ഒരു മൃഗമാണ് കാള. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ദാസനായിരിക്കുന്ന ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. ഇതാ എളിയവനായിരിക്കുന്ന ഒരു ദാസൻ. ദാസത്വത്തെക്കുറിച്ച്, താഴ്മയെക്കുറിച്ച് ഈ മൃഗം നമ്മെ കാണിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഓ ദാസനെ പോലെ, നമ്മുടെ നാഗൽ സാഹിബിന്റെ മറ്റൊരു പാട്ടാണ്, ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിന്റെ ഗജാതനെ എന്ന് പറയും. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു ദാസനെ പോലെ സേവ ചെയ്യുന്ന യേശുവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് കാളമുഖം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അടുത്തതായിട്ട് പറയുന്നു മനുഷ്യമുഖം. യേശുവിനൊരു മനുഷ്യമുഖമുണ്ട്. മനുഷ്യത്വം നിറഞ്ഞ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ യേശു ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണമായ ദൈവവും പൂർണ്ണമായ മനുഷ്യനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ മനുഷ്യത്വത്തിന്റെ അവതാരമാണ് യേശുവിനെ ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യമുഖം. നമുക്കറിയാം, പല ദൈവസങ്കല്പങ്ങൾക്കും ഭീകരമായിരിക്കുന്ന മുഖമായിരിക്കുമ്പോൾ എ പെർഫെക്റ്റ് മാൻ അത് യേശു മാത്രമാണ്. യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ മനുഷ്യൻ, പീലാത്തോസിന്റെ മുന്നിൽ പറയണ ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് സർവ്വലോകത്തിനും മനുഷ്യനായി പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യനായി കാണിക്കുവാനായിട്ട് യേശു മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് കെരൂബ് മുഖം.
അല്ല കഴുകുമുഖം, ഇതൊക്കെ പറയുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെ കാണിക്കാനാണ്. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ആദ്യ സുവിശേഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യ സുവിശേഷം ഏതാണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മർക്കോസ് നമുക്കറിയാം വളരെ ചെറിയ ഒരു പുസ്തകമാണ്, 16 അധ്യായമുള്ള പുസ്തകമാണ്. അതിൽ 678 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. മത്തായി സുവിശേഷത്തിനും മർക്കോസ് സുവിശേഷത്തിനും 1000-ലധികം വാക്യങ്ങളുണ്ട്. 1071 ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1051 വാക്യങ്ങളുണ്ട്. ഈ രണ്ട് സുവിശേഷങ്ങളിലും മർക്കോസ് സുവിശേഷത്തിൽ എഴുതിയ എല്ലാ വാക്യങ്ങളും ഈ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മർക്കോസിൽ നിന്ന് എടുത്ത് മത്തായിൽ എഴുതിയിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. ലൂക്കോസിലും അതുപോലെ തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മത്തായിലോ ലൂക്കോസിലോ കാണാത്ത 31 വാക്യം മാത്രമേ മർക്കോസിന്റെ സുവിശേഷത്തിൽ അധികമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയൂ. അപ്പൊ ഇതുകൊണ്ടൊക്കെ കൂടെയാണ് ഇതെല്ലാം ഒരു സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്നത്. ഇടകലർന്നിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമായി തന്നെ നമുക്ക് ഇത് മൂന്നിനെയും ഒന്നിച്ച് കാണുവാനായിട്ട് കഴിയും. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട്, എന്തുകൊണ്ട് സുവിശേഷങ്ങൾ എഴുതി? ഒരു ജീവചരിത്രകാരൻ എഴുതുന്നത് പോലെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു വ്യക്തി മാത്രം എഴുതിയാൽ മതിയല്ലോ എന്നാ പലരും ചോദിക്കാറുണ്ട്. പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ശത്രുക്കൾ ചൂണ്ടിക്കാണിക്കുന്ന പല ഭാഗങ്ങളും ഉള്ളത് കൊണ്ട് പലരും ചോദിക്കും, എന്തിനിതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ പുസ്തകമായിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ തന്നെ ഒരാളെ എഡിറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് അത് ക്രോണോളജിക്കലായിട്ട് സമയക്രമം അനുസരിച്ച് ഇത് ക്രമീകരിച്ചാൽ പോരെ? എന്തുകൊണ്ട് ഈ 4 സുവിശേഷങ്ങൾ വേണം? എല്ലാം ഒരുപോലെയാണെങ്കിൽ, ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് സുവിശേഷങ്ങൾ എഴുതി എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം തുടർന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്, എന്തുകൊണ്ട് സുവിശേഷങ്ങൾ എഴുതി? അത് ആദ്യം ചിന്തിക്കാം. പലയിടങ്ങളിലായിരുന്നു സഭകൾ ഉണ്ടായിരുന്നത്. വളരെ ആദ്യം നൂറ്റാണ്ടിൽ തന്നെ വളരെ വേഗത്തിൽ സുവിശേഷം വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തലന്മാർക്ക് എല്ലായിടത്തും യാത്ര ചെയ്ത് എല്ലായ്പ്പോഴും അവരോട് യേശുവിനെ പറ്റി പറഞ്ഞു പഠിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ ആധുനിക മാധ്യമങ്ങളോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ വാമൊഴിയായി അവരോടിത് പറഞ്ഞ് എല്ലാവരെയും ഏകരൂപത്തിൽ ഒരുപോലെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസമായിട്ട് എല്ലാ സഭകളും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആധികാരികമായിരിക്കുന്ന യേശുവിൻ്റെ ചരിത്രം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ആ വിഷമം പരിഹരിക്കാനായിട്ട് അപ്പോസ്തലന്മാർ സുവിശേഷം എഴുതുവാനായിട്ടാണ്. രണ്ടാമത്, സഭയിൽ വ്യത്യസ്ത ഇടങ്ങളിലുള്ള സഭ നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ അറിയാം, ഗലേഷ്യയിലും എഫേസ്യയിലും കൊരിന്തിലും കൊലോസ്യയിലും ഒക്കെയുള്ള സഭകളെ കുറിച്ച് നമുക്കറിയാം. സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇതുപോലെ ആ ഇടങ്ങളിൽ ഏഷ്യ മൈനറിന്റെ വിവിധ ഭാഗങ്ങളിലും റോമാ സാമ്രാജ്യത്തിന്റെ എല്ലായിടങ്ങളിലേക്കും അന്ന് റോഡ് മാർഗവും കപ്പൽ മാർഗവും യാത്രാ സൗകര്യങ്ങളുണ്ടായിരുന്നു. വ്യാപാരത്തിനും മറ്റുമായി കടന്നു പോകുന്ന യേശുവിനെ കുറിച്ചറിഞ്ഞ യഹൂദന്മാരുള്ള ഇടങ്ങളിലെല്ലാം മിഷണറി പ്രവർത്തനങ്ങൾക്ക് കടന്നു ചെന്ന് അവിടെ അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവർക്ക് യെരുശലേം സഭയുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് കാര്യം നടക്കില്ല. കപ്പലിൽ യാത്ര ചെയ്ത് വർഷങ്ങളോളം മാസങ്ങളോളം എടുത്ത് ഒരു ഉത്തരം തേടുമ്പോഴേക്കും വളരെ പ്രതിസന്ധിയായിരിക്കും. അടുത്തത്, അപ്പൊ അതുകൊണ്ടൊരു സുവിശേഷം എഴുതേണ്ടത് ആവശ്യമായിരുന്നു. മൂന്നാമത്, യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന
വലിയ കൂട്ടം അന്നുണ്ടായിരുന്ന യേശുവിന്റെ കണ്ണുകൊണ്ട് കണ്ട ദൃക്സാക്ഷികളായിരിക്കുന്ന വ്യക്തികൾ അവർ കൊല്ലപ്പെടുകയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യെരുശലേം സഭ ചിതറപ്പെടുകയോ ചെയ്തു. അതുകൊണ്ട് എഴുതപ്പെട്ട ഒരു രേഖ അവർക്ക് എത്രയും വേഗം തയ്യാറാക്കണം. ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് എഴുതിയെടുത്തെങ്കിൽ മാത്രമേ. ഓരോരുത്തരും ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാക്കോബിനെ കൊന്നത് ഹെരോദാവിന് സന്തോഷമായി പത്രോസിനെയും തടവിലാക്കിയ കാര്യം നാം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ഇതെല്ലാം ക്രോഡീകരിച്ച് എഴുതേണ്ടത് അവർക്ക് ആവശ്യമായി വന്നു. അടുത്തതായിട്ട് പറയുന്നു, യേശുക്രിസ്തുവിന്റെ വാക്കുകളും പ്രവൃത്തികളും ഓർത്തു വെക്കുക എന്നുള്ളത് അവർക്ക് വളരെ അന്നത്തെ ജീവിത സാഹചര്യം കഠിനമായിരുന്നു. അതിൻ്റെ കൂടെ യേശുവിനെ പറ്റി അവർക്ക് ഓർത്തു വെക്കുക, പറഞ്ഞ വാക്കുകൾ വാമൊഴിയായി തന്നെ പകർന്നു കൊടുക്കുമ്പോൾ അത് വളരെയധികം മാനിപ്പുലേറ്റഡ് ആവും. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലും വിശദാംശങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലുമാകും. അതുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട ഒരു ജീവചരിത്രം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും എഴുതുവാൻ ആരംഭിച്ചു. അടുത്തത്, ഈ എല്ലാവരും എഴുതുവാൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ 5-ാമത്തെ കാര്യം പറയണം. എല്ലാവരും എഴുതാൻ ആരംഭിച്ചപ്പോൾ പല സുവിശേഷങ്ങളായി, പലതും ആധികാരികമല്ലാത്തതായി. അതുകൊണ്ട് ഏറ്റവും വിശ്വാസ്യമായ വ്യക്തികൾ എഴുതിയ സുവിശേഷങ്ങൾ കാനോനികമായിട്ട് നമ്മൾ ദുരുപദേശങ്ങളും പീഡനങ്ങളും സുവിശേഷം എഴുതേണ്ടത് അനിവാര്യമാക്കി. പീഡനത്താൽ കൊല്ലപ്പെട്ടു പോകുന്നു, ഉപദേശങ്ങളാൽ സുവിശേഷം മലിനപ്പെടുന്നു. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ തന്നെ എഴുതി വെച്ചെങ്കിൽ മാത്രമേ കാലാകാലങ്ങളായിട്ട് 2000 വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ സുവിശേഷമുണ്ട്. അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തരുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണെന്ന് എബ്രായരുടെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആ ദൈവവിശ്വാസീയമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യൻ അത് പ്രാപിച്ച് തികഞ്ഞവനായി തീരുവാൻ തക്കവണ്ണം ഈ സുവിശേഷം എഴുതപ്പെട്ടു. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് സുവിശേഷം എഴുതേണ്ടി വന്നത്? നമ്മൾ പറഞ്ഞു, ഉണ്ടായ പല ദൂര സ്ഥലങ്ങളിൽ ഉണ്ടായ സഭകളിലേക്ക് അപ്പോസ്തലന്മാർക്ക് എത്താനായിട്ട് പറ്റില്ല. ദ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം, സഭകൾ യെരുശലേം സഭയുമായി ബന്ധപ്പെടുവാൻ വളരെ പ്രയാസമായിരുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടായിരുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ ദൃക്സാക്ഷികളായിരിക്കുന്ന വ്യക്തികൾ കൊല്ലപ്പെടുകയോ അവർ പീഡനത്തിലൂടെ ദൂരസ്ഥലങ്ങളിലേക്ക് നാട് കടത്തപ്പെടുകയോ ചെയ്തു. അടുത്തതായിട്ട് യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും ഓർക്കുക എന്നുള്ളത് അന്നത്തെ സാധാരണ മനുഷ്യർക്ക് വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമായിരുന്നു. അടുത്ത് പറയാണ്, ദുരുപദേശവും പീഡനങ്ങളും അവരെ സുവിശേഷം എഴുതേണ്ടത് അവർക്ക് ഒരു അനിവാര്യതയായിട്ട് മാറും. ഇനി ഒരു കാര്യം, എന്തുകൊണ്ട് 4 സുവിശേഷങ്ങൾ ഒരു സുവിശേഷം പോലെ? ഞാൻ നേരത്തെ പറഞ്ഞു, 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നതിന് കാരണം, ഒന്നാമത്തെ കാരണം പറയുന്നത്, ഒരു കോടതിയിൽ 4 സാക്ഷികളെ നമ്മൾ വിളിക്കുകയാണ്. 4 സാക്ഷികളെ വിളിച്ചാൽ 4 പേരും ഒരേ കാര്യം ഒരുപോലെ ഒരേ ആംഗിളിൽ നിന്ന് പറഞ്ഞാൽ ആ കോടതി അതൊരു വ്യക്തിയുടെ സ്വാധീനത്താൽ 4 പേർ പറഞ്ഞതായിട്ടേ മനസ്സിലാക്കുള്ളൂ. സാക്ഷിമൊഴികളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാ പറയുന്നത്. ഒരേപോലെ കാണാതെ പഠിച്ചിട്ട് 4 ആളും പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അവർ കൂടി ആലോചിച്ചുണ്ടാക്കിയതാണെന്ന് പറയും, ഇല്ലേ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 4 സുവിശേഷങ്ങൾ എഴുതേണ്ട കാരണം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സമഗ്രത വരച്ചു കാട്ടണമെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല. വ്യത്യസ്തമായിരിക്കുന്ന വീക്ഷണകോണിലൂടെ ഇത്ര മഹാനായ ഉത്തമനായ ഒരുത്തനെ ഉലകിൽ കാണുമോ എന്ന് ടി.കെ. സാമുവേൽ സാർ പറഞ്ഞു. ഇത്ര മഹാനായ ഉത്തമനാകുമൊരുത്തനെ ഉലകിൽ കാണുമോ എന്തോ അത്ഭുത പുരുഷൻ ക്രിസ്തു
തന്റെ മഹിമ നിസ്തുലം. ആ നിസ്തുലമായിരിക്കുന്ന മഹിമ ഒരു വീക്ഷണകോണിൽ മാത്രം എഴുതിയാൽ സമഗ്രമാകില്ല. എത്രമാത്രം പ്രകാശം ചിന്നുന്ന ഒരു പ്രിസത്തിലേക്ക് പ്രകാശം എത്തുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന വർണ്ണരാജികൾ വിടർത്തുന്നത് പോലെ യേശുവിനെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും അത്രമാത്രം മഹാനാണ് അവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഓരോരുത്തരും. നമുക്ക് 34-ാം സങ്കീർത്തനം നമുക്കൊരു വാക്യത്തിൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ 4 പേരും യേശുവിനെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ രുചിച്ചറിഞ്ഞവരാണ്. വ്യത്യസ്തമായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നമുക്കും വേണം. ഒരു പേഴ്സണൽ സുവിശേഷം, വ്യക്തിപരമായി ജീവിതാനുഭവങ്ങളിലൂടെ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. അപ്പോൾ സമഗ്രതയ്ക്കും സമ്പൂർണതയ്ക്കും വേണ്ടി 4 പേരെ എഴുതിയിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്നു, വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് ഇത് മനസ്സിലാവണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരെ എഴുതുമ്പോൾ അവർ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ അന്ന് പ്രതിനിധീകരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആളുകൾ, അന്നത്തെ ജനസമൂഹം 4 വിഭാഗത്തിലാണ്. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന, യേശുവിനെ വിശ്വസിച്ച ആളുകൾ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ 4 വിഭാഗം ജനങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ റോമ സാമ്രാജ്യത്തിലെ 4 വിഭാഗം ജനങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് യഹൂദന്മാർ. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ഒന്ന് യഹൂദന്മാർ, യഹൂദ മതാനുസരികളായിരിക്കുന്ന വ്യക്തികൾ. 2 അവരെ ഭരിക്കുവാനായി കടന്നു വന്ന റോമക്കാർ. 3 യവനന്മാർ, തത്വജ്ഞാനികളായിരിക്കുന്ന ഗ്രീക്ക് വംശജർ, യവനന്മാർ. നമുക്കറിയാം, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വജ്ഞാനികളുടെ ശൃംഖലയിലെ ആളുകളാണ് അവർ. അപ്പോൾ 4ാമത്തെ വിഭാഗം എന്താണ്? ഈ യഹൂദന്മാരിൽ നിന്നും റോമക്കാരിൽ നിന്നും യവനന്മാരിൽ നിന്നും യേശുവിനെ സ്വീകരിച്ച് കടന്നു വന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ യഹൂദന്മാരിൽ നിന്നുള്ള യഹൂദന്മാർക്ക് വേണ്ടി മത്തായി എഴുതിയത് റോമക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. അവരുടെ ലക്ഷ്യം എന്താണ്? യഹൂദന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ ലക്ഷ്യം യേശു മശിഹ, അവർ കാത്തിരിക്കുന്ന മശിഹയാണ് യേശു എന്ന് അവരോട് സ്ഥാപിക്കുവാൻ മത്തായി സുവിശേഷം എഴുതുമ്പോൾ, റോമക്കാർക്ക് മനസ്സിലാക്കുവാൻ സുവിശേഷം എഴുതുന്നത് മർക്കോസ് എഴുതുമ്പോൾ ദാസനായ യേശുവിനെ അവിടെ പ്രൊജക്ട് ചെയ്തിട്ട് എഴുതുക. അനുസരണം അവരുടെ ജീവിത വൃതമാക്കിയ, സൈനിക ശിക്ഷണം ജീവിത മൂല്യമാക്കിയ, അധികാരിയുടെ ഭരണത്തിന്റെ കീഴിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്ന റോമക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ദാസനാകുന്ന യേശുവിനെ മർക്കോസ് പരിചയപ്പെടുത്തുകയാണ്. അടുത്തായിട്ട് വ്യത്യസ്തരായിരിക്കുന്ന ആളുകൾ, യവനന്മാർ, ജ്ഞാനികളായിരിക്കുന്ന ആളുകൾ. ഡയോജനീസിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കഥയുണ്ട്. ഡയോജനീസ് പട്ടാപ്പകല് ഒരു റാന്തലുമായി റോമിന്റെ തെരുവീതിയിലൂടെ നടക്കുകയാണ്. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്താണ് നീ അന്വേഷിക്കുന്നത്? ഡയോജനീസ് അന്ന് മറുപടി പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ തിരയുകയാണ്. അവരെല്ലായ്പ്പോഴും പൂർണ്ണനായിരിക്കുന്ന ഒരു മനുഷ്യനിൽ പൂർണ്ണതയെ, വലിയ വ്യക്തികളെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന പൂർണ്ണതയുള്ള എ പെർഫെക്റ്റ് മാൻ. അവരെല്ലാ കാലത്തുള്ള അന്വേഷണമാണ്, എങ്ങനെ മനുഷ്യന് പൂർണ്ണനാകുവാനായിട്ട് കഴിയും, സമ്പൂർണ്ണനാകുവാനായിട്ട് കഴിയും, മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എങ്ങനെ കൈവരിക്കുവാൻ കഴിയും. അവർക്ക് വേണ്ടി ലൂക്കോസ്, യവനനായിരിക്കുന്ന ലൂക്കോസ് എഴുതുകയാണ്, പൂർണ്ണനായിരിക്കുന്ന ക്രിസ്തു.
നമുക്കൊന്ന് പറയാൻ കഴിയൂ? പൂർണ്ണനായിരിക്കുന്ന ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തുവാൻ ലൂക്കോസ് അത് ആ സുവിശേഷം എഴുതുകയാണ്. അടുത്തതായിട്ട് യോഹന്നാൻ. ഇവർക്കെല്ലാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതി. യേശു ക്രിസ്തു ദൈവത്തിനായ ക്രിസ്തു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിരുന്നു, യോഹന്നാന്റെ സുവിശേഷം അവർക്ക് ആവശ്യമായിരുന്നു. അവിടെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ആ സുവിശേഷം എത്ര മഹത്വകരമാണ്. നമുക്കിനി സുവിശേഷത്തിന്റെ എഴുത്തുകാരെ കുറിച്ച് പഠിക്കാം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം നമുക്കറിയാം. ആരാണ് എഴുതിയത്? മത്തായി തന്നെയാണ്, അല്ലേ? മത്തായിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്തായി യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. മത്തായിയുടെ തൊഴിൽ എന്തായിരുന്നു? ചുങ്കക്കാരനായിരുന്നു. മത്തായിയുടെ തൊഴിൽ ചുങ്കം പിരിക്കലായിരുന്നു. ചുങ്കം പിരിക്കൽ ആർക്ക് വേണ്ടിയാണ് ചുങ്കം പിരിക്കുന്നത്? റോമ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നു. ആരോടാണ് ചുങ്കം പിരിക്കുന്നത്? ഗലീല കടലിൽ യാത്ര ചെയ്യുകയും ദമസ്കോസിൽ നിന്ന് കഫർനഹൂം വഴി തെക്കോട്ട് യാത്ര ചെയ്യുന്ന, കരമാർഗം യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ മത്തായിക്ക്, റോമക്കാർക്ക് വേണ്ടി മത്തായി ചുങ്കം ശേഖരിക്കുന്ന ആളായിരുന്നു. അപ്പൊ അത് അവരുടെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ടാക്സ് കളക്ടറുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? വെരി ഇന്റലിജന്റ്, വളരെ ഒബ്സർവേഷനുള്ള ആളായിരിക്കും. പിന്നെ വളരെ അക്കൗണ്ടബിൾ ആയിരിക്കും. എല്ലാം കൃത്യമായി പൈസ കൈകാര്യം ചെയ്യുവാനും രേഖകൾ സൂക്ഷിക്കുവാനും സമർത്ഥനായിരിക്കും. ഇതൊക്കെയാണ് മത്തായിയുടെ പ്രത്യേകതകൾ. ചുങ്കം പിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കാലത്ത് വ്യക്തികൾക്കും നികുതി കൊടുക്കണമായിരുന്നു. റോമക്കാർ കരം പിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് റോമക്കാരെ വളരെ വിരോധമായിരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന ചുങ്കക്കാരെ വളരെ വെറുപ്പായിരുന്നു. ആ കാലഘട്ടത്തിൽ ചുങ്കക്കാരെ കരുതിയിരിക്കുന്നത് പാപികളോടും കൊലപാതകന്മാരോടും കൊള്ളക്കാരോടും വേശ്യമാരോടും ഒപ്പമായിരുന്നു ചുങ്കക്കാരെ. കാരണം അതിനൊരു കാരണമുണ്ട്. ചുങ്കക്കാർ കറക്റ്റായിട്ട് ചുങ്കം പിരിക്കുക മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാം ഇതുമാതിരി ഉന്നത സ്ഥാനങ്ങളിൽ ടാക്സിലൊക്കെ ഇരിക്കുന്ന പല ആളുകളും, ലോകപ്രകാരമുള്ള ആളുകളെല്ലാം തന്നെ അധികമായിട്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന വിധത്തിൽ നികുതി കൈക്കലാക്കുകയും നികുതി കുറച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും കൈക്കൂലിയും സ്വജനപക്ഷപാതവും എല്ലാം നടത്തുന്നവരാണ്. അതുകൊണ്ട് ഇത് മറ്റൊരു ഗവൺമെന്റിന് വേണ്ടി പിരിക്കുന്നവരാകുമ്പോൾ ജനം മുഴുവൻ അവരോട് വളരെ എതിർപ്പായിരുന്നു. അടുത്തൊരു കാര്യമുണ്ട്, യേശുവിന് വേണ്ടി വലിയ വിരുന്നൊരുക്കിയ ഒരാളും കൂടിയായിരുന്നു ഈ മത്തായി. അതിൻ്റെ അർത്ഥം എന്താണ്? അവന്റെ ജോലി വിട്ട് യേശുവിനെ പിൻഗമിക്കുമ്പോൾ അവൻ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും ഭവനാങ്ങൾക്കും എല്ലാം വലിയ വിരുന്നൊരുക്കിയതിനു ശേഷമാണ് യേശുവിന്റെ പുറകെ വന്നത്. അവൻ ധനികനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ആൾ അവൻ തന്റെ എഴുത്തുമേശയും സകലവും ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റുവാനായിട്ട് ഇടയാക്കി. സകലം ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റി. പക്ഷെ ഒന്ന് മാത്രം അവൻ ഉപേക്ഷിച്ചില്ല. അവന്റെ പേന, കണക്കെഴുതുന്ന പേന, കണിശമായിരുന്ന പേന, കൃത്യതയുള്ള പേന അവൻ ഉപേക്ഷിക്കാതെ അവനോടൊപ്പം കൊണ്ടുവന്നു. ആ പേന ഉപയോഗിച്ച് അവൻ യേശുവിന്റെ ചരിത്രം എഴുതി. അവന്റെ കണ്ണുകൊണ്ട് കണ്ടത്, അവന്റെ കാതുകൊണ്ട് കേട്ടത്, അവൻ യേശുവിനോട് ചാരി നിന്നത്, മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യങ്ങൾ അവൻ ക്രമത്തിലും കണിശതയോടെയും അച്ചടക്കത്തോടെയും കൂടെ അവന്റെ സമർപ്പണം യേശുവിന്റെ ജീവചരിത്രം എഴുതുവാനായിട്ട് ഉപയോഗിച്ചു. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്.
മത്തായി, വളരെ മനോഹരമായിരിക്കുന്ന പേര്. അവൻ മറ്റു ശിഷ്യന്മാരെ പോലെ ഇന്നർ സർക്കിളുകളുള്ള ഒരു ശിഷ്യനായിരുന്നില്ല. യോഹന്നാനെ പോലെയോ പത്രോസിനെ പോലെയോ യാക്കോബിനെ പോലെയോ യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ അവനെക്കുറിച്ച് ഒരു ദോഷവും ഒരു അതിവേഗതയും ഒരു നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് മറ്റു സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. വളരെ മാന്യമായിരിക്കുന്ന വിദ്യാസമ്പന്നനും കുലീന കുടുംബത്തിൽപ്പെട്ടവനും ധനാഢ്യനും സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായിരിക്കുന്ന ആ വ്യക്തി യേശുവിനോടൊപ്പം കടന്നു വന്നപ്പോൾ യേശുവിന്റെ ശിഷ്യനായി, അനുസരണയുള്ള ശിഷ്യനായി യേശുവിന്റെ പുറകെ പോവാനായിട്ടിടയായി തീർന്നു. കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം 9 വർഷങ്ങൾ യഹൂദയിൽ താമസിച്ച് പ്രസംഗിച്ച് മത്തായി ഒടുവിൽ പേർഷ്യ, പാർസ്യ, മിദ്യാൻ എന്നീ പ്രദേശങ്ങൾ സഞ്ചരിച്ച് എത്യോപ്യയിലെത്തി അവിടെ പ്രസംഗിരെ നിയമിക്കുകയും അവിടെ സഭകൾ സ്ഥാപിക്കുകയും അനേകരെ പരിവർത്തന വിധേയനാക്കുകയും ചെയ്തതിനു ശേഷം AD 60 അവിടെ വാളുകൊണ്ട് വെട്ടേറ്റ് മരിക്കുവാനായിട്ടിടയായിരുന്നു. രക്തസാക്ഷിയായിത്തീർന്നു. എവിടെയാണ് യേശു ഈ മത്തായി രക്തസാക്ഷിയായിത്തീർന്നത്? എത്യോപ്യ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് യേശുവിന്റെ മിഷണറിയായി കടന്നു ചെന്ന് രക്തസാക്ഷിയായി തീരുവാനായിട്ടിടയായിത്തീർന്നു. യേശുവിൽ തന്നെ നിൽക്കല്ല ചെയ്തത്. വെറുപ്പന്മാരായിരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് എത്യോപ്യയിലേക്ക് കടന്നു ചെന്നു. എത്യോപ്യയിലേക്ക് മത്തായി ചെല്ലുമ്പോഴേക്കും അവിടേക്ക് പലരും വരുന്നുണ്ട്. ഫിലിപ്പോസ് വരുന്നുണ്ട്. കാരണം ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശമരിയിൽ നിന്ന് ഷണ്ടൻ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടൻ എത്യോപ്യയിലേക്ക് കടന്നു വരുന്നുണ്ട്. എത്ര വേഗം എത്യോപ്യയിൽ സുവിശേഷം പടർന്നു. ആ മത്തായി രക്തസാക്ഷിയായി തീരുമ്പോൾ അവിടെ എത്യോപ്യ സഭ അവസാനിച്ചുവെന്ന് ലോകം വിധി എഴുതുമ്പോൾ ധനകാര്യമന്ത്രിയെ മത്തായിക്ക് പുറകെ പറഞ്ഞയക്കുവാനായിട്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. യെരൂശലേമിലേക്ക് ദേവാലയത്തിലേക്ക് കടന്നുപോയ ആ ഷണ്ടൻ തിരിച്ചു വരുന്നത് സ്നാനം സ്വീകരിച്ച്, നമുക്കറിയാം ഫിലിപ്പോസും ആ എത്യോപ്യക്കാരൻ ഷണ്ടനുമായിട്ടുള്ള ബന്ധമുണ്ട്. അതിവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. നമ്മൾ സുവിശേഷത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ഇതാണ് എഴുതാനുണ്ടായ എഴുത്തുകാരനെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ. അതിനായിട്ട് ആർക്ക് എഴുതി? നമുക്കറിയാം മത്തായിക്ക് മുൻപ് പഴയ നിയമത്തിന്റെ അവസാന പുസ്തകം മലാക്കിയാണ്, അല്ലേ? മലാക്കിക്ക് ശേഷം ചില വർഷങ്ങൾ, 250ഓളം വർഷങ്ങൾ ദൈവത്തിൽ നിന്ന് വെളിപ്പാടുകളൊന്നുമില്ലാതെ, ചിലപ്പോൾ 400 വർഷം എന്ന് പറയുന്നു, വെളിപ്പാടുകളൊന്നുമില്ലാത്ത ദീർഘമായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പഴയ നിയമം വായിച്ചു വരുന്ന, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വരെ ആർക്കുണ്ട്? യഹൂദന്മാർക്കുണ്ട്. യഹൂദന്മാർക്ക് സുവിശേഷത്തിലേക്ക്, യേശുവിലേക്കുള്ള ഒരു പാലമാണ് മത്തായി എഴുതിയ സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷം മത്തായി എബ്രായ ഭാഷയിൽ എഴുതിയെന്നും യേശുവിന്റെ സഹോദരനായ ലൂക്കോസ് അത് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയെന്നും വിശ്വസിക്കപ്പെടുകയാണ്. അപ്പൊ ആർക്കാണ് എഴുതിയത്? യഹൂദ മതാനുസാരികൾക്ക്. ന്യായപ്രമാണം ഏറ്റവും വലുതായി വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് ന്യായപ്രമാണത്തിലെ, പഴയ നിയമത്തിലെ ഉദ്ധരണികൾ കൊണ്ട്, കൊട്ടേഷൻസ്, നിറയെ കൊട്ടേഷൻസ് ആണ്. പഴയ നിയമത്തിലെ വേദഭാഗങ്ങളെ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം എഴുതുന്നത്. മറ്റ് സുവിശേഷങ്ങളെക്കാളേറെ അധികവും പഴയ നിയമത്തിൽ നിന്നുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതി അരുളി ചെയ്ത് നിവൃത്തിയാകുവാനിടയായി എന്ന് യേശുവിന്റെ ഓരോ ചുവടുകളെയും പിന്തുടർന്നുകൊണ്ട് പറയുക.
അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള ഒരു പാലമാണ്. ഏകദേശം AD 58 വർഷം യേശുവിന്റെ മരണശേഷം അധികം വൈകുന്നതിന് മുമ്പ് ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഈ മത്തായി എഴുതിയ സുവിശേഷം എഴുതുവാനായിട്ടുള്ള സാഹചര്യം എന്താണ്? അതിൽ തന്നെ നമുക്കറിയാം. കാരണം യേശുവിന്റെ മരണശേഷം യെരുശലേമിലെ സഭ, യഹൂദന്മാരധികം എവിടെയായിരുന്നു? യെരുശലേമിലായിരുന്നു. സഭ ചിതറിക്കപ്പെട്ടു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. അവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, പീഡനത്തിലൂടെയുള്ളവർ ഇതുപോലെ ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു, ഇനി ഒരു നല്ല വാർത്തയില്ല എന്ന് നിരാശയിലേക്ക് ആണ്ടുപോകുമ്പോൾ അവരെ ജീവന്റെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ മത്തായി സുവിശേഷം എഴുതി. അത് പീഡനം അനുഭവിക്കുന്ന ഓരോരുടെ അടുക്കിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവർ പറയും, യേശു ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങളും പീഡിപ്പിക്കപ്പെടുവാൻ സമ്മതമാണ്, തയ്യാറാണ്, ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറാണ് എന്ന് അവർ ഓരോരുത്തരും പറയും. ഇങ്ങനെ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, പലരും കേട്ടിരിക്കാം. പീഡനം വർദ്ധിച്ചു വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ റോമയിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ചെന്നാൽ തൻ്റെ ശിരച്ഛേദം ചെയ്യപ്പെടുമെന്നുള്ള ഭയത്താൽ, കഥയാണ്, പാരമ്പര്യങ്ങളാണ്, അദ്ദേഹം അടങ്ങി വനാന്തരങ്ങളിലൂടെ ഒളിച്ചു പോവുകയാണ്. ഒളിച്ചു പോകുമ്പോൾ അദ്ദേഹം കാതിൽ ഒരു മരം വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം കരിയിലകൾക്കിടയിലൂടെ കേൾക്കുകയാണ്. എന്താണത്? അദ്ദേഹം കാത് കൂർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ക്രൂശമായ ഒരു വ്യക്തി എതിരെ കടന്നു വന്ന് റോമിലേക്കുള്ള വഴിയിൽ കടന്നു പോവുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, തൻ്റെ നാഥനായിരിക്കുന്ന യേശു ഇതാ വീണ്ടും കുരിശെടുത്തുകൊണ്ട് റോമിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ചോദിക്കുന്നത്, കോവാഡീസ്, നീ അങ്ങോട്ട് പോകുന്നു? നാഥാ, നീ എവിടേക്ക് പോകുന്നു? യേശു പറയുകയാണ്, ഞാൻ നിന്നെ റോമിലേക്ക് പറഞ്ഞയച്ചു, പക്ഷേ നീ അവിടെ നിന്ന് യോനയെ പോലെ മടങ്ങി ഒളിച്ചോടുമ്പോൾ റോമിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. ഇത് കേട്ട പത്രോസ് കാൽക്കളിൽ വീണുകൊണ്ട് പറഞ്ഞു, യേശുവേ, നീ എനിക്ക് വേണ്ടി ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടു, ഇനി മറ്റൊരു പ്രാവശ്യം കൂടെ എനിക്ക് വേണ്ടി നീ ക്രൂശിക്കപ്പെടണ്ട. ഞാൻ നിന്നെ തള്ളി പറഞ്ഞപ്പോഴും സ്നേഹാർദ്രമായ നോട്ടം കൊണ്ട് എന്നെ ഉറപ്പിക്കുവാൻ ഞാൻ വീണ്ടും വലയും പടകും എടുത്ത് മത്സ്യബന്ധനത്തിന് പോയപ്പോൾ എന്നെ വീണ്ടും മടക്കി വരുത്തുവാൻ കടൽക്കരയിലേക്ക് കടന്നു വന്ന് എന്നോട് ആവശ്യപ്പെട്ടവൻ, നീ ഇനി ഒരിക്കൽ കൂടെ ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ റോമിലേക്ക് കടന്നുപോയി, നാഥാ എന്നെ അതിനനുവദിക്കണമേ എന്ന് പറഞ്ഞിട്ട് റോമിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ച് ക്രൂശിക്കപ്പെടുവാനായി വിധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പത്രോസ് തന്നെ ക്രൂശിക്കാൻ വിധിച്ച അധികാരികളോട് പറഞ്ഞു, എന്നെ എൻ്റെ യേശുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കുക. ആ യേശുവിൻ്റെ പാദങ്ങളെ തഴുകി അവന്റെ ആണിപ്പഴുതുകളിൽ മുത്തമിട്ടുകൊണ്ട് ഞാൻ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്നാണ് ദൈവമക്കളെ. റോമിലും ഈ സുവിശേഷം ആവശ്യമായിരുന്നു, യഹൂദന്മാരുടെ ഇടയിൽ. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം ഇത്രമാത്രം വിശദമായിട്ട് എഴുതാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. മത്തായി സുവിശേഷത്തെ കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെ കുറിച്ചും ഉള്ളടക്കത്തെ കുറിച്ചും നമുക്കിനി പഠിക്കുവാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം.
ഒന്ന് സമാന്തര സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയാണെന്ന് നമ്മൾ പറഞ്ഞു. സുവിശേഷങ്ങളുടെ സാദൃശ്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒന്ന് മനുഷ്യ സാദൃശ്യത്തിലും, രണ്ട് സിംഹ സാദൃശ്യത്തിലും, കാളമുഖത്തോടുകൂടിയും കഴുകുമുഖത്തോടും കൂടിയ എസെക്കിയേൽ പ്രവചന പുസ്തകത്തിലെ ആ 4 മുഖങ്ങളെ കുറിക്കുന്ന അനുഭവത്തോടെയാണ്, 4 വ്യത്യസ്തമായിരിക്കുന്ന വീക്ഷണകോണിലൂടെയാണ് സുവിശേഷം എഴുതപ്പെട്ടത്. എന്തുകൊണ്ട് സുവിശേഷം എഴുതിയെന്നാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്തത്. അത് 5 പോയിന്റ് നമ്മൾ പറഞ്ഞു. അതെന്തൊക്കെയായിരുന്നു? ഒന്ന്, സഭകൾ വളരെ വേഗത്തിൽ വിവിധ ഇടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സഭകളിലേക്കെല്ലാം ഏകമാന രൂപത്തിൽ ഒരു യേശുവിന്റെ ചരിത്രം എത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോസ്തലന്മാർക്ക് അവിടേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അവർക്ക് എഴുത്തുകളായി കൊടുത്തയക്കാം. രണ്ടാമത്തെ പോയിന്റ്, സഭകളിലുള്ളവർക്ക് അപ്പോസ്തലന്മാരായിട്ട് ബന്ധപ്പെടാനായിട്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു. 3, ദൃക്സാക്ഷികളായിരിക്കുന്ന ആളുകളെല്ലാം അപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അവരെല്ലാം കൊന്നുകളയുകയോ നാട് കടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് നാട് കടത്തിയ ചരിത്രമൊക്കെ. അടുത്തായിട്ട് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും പ്രവൃത്തിയും അവർക്ക് ഓർത്തു വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ വളരെ ഡിസ്റ്റോർഷൻസ് ഒക്കെ വരിക. അപ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടി അത് ആവശ്യമായി. ദുരുപദേശങ്ങൾ അതിലേക്ക് എഴുതി ചേർക്കുകയാണ്. പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ്. അടുത്തത്, എന്തുകൊണ്ടാണ് 4 സുവിശേഷങ്ങളായിട്ട് എഴുതിയത്? ഒരേപോലെ എഴുതി കഴിഞ്ഞാൽ ഒരു കോടതിയിൽ അത് നിലനിൽക്കില്ല. വാദം ഒരു വ്യക്തിയായിട്ടേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തെന്നാ പറയാ, ഒരു കോടതിയിൽ വാലിഡ് ആയി തീരണമെങ്കിൽ വ്യത്യസ്ത വീക്ഷണകോണിലൂടെ അത് അവതരിപ്പിക്കുക എന്നാണ്. രണ്ടാമത്, സമഗ്രതയ്ക്കും സമ്പൂർണതയ്ക്കും ഒരു വ്യക്തി തന്നെ എഴുതിയാൽ അതിൻ്റെ സമ്പൂർണ്ണമാവില്ല. അതുകൊണ്ട് നമ്മൾ പേര് എഴുതേണ്ടി വന്നു. വ്യത്യസ്ത ജനവിഭാഗങ്ങളെ അഡ്രസ് ചെയ്തിട്ടാണ് ഈ സുവിശേഷങ്ങൾ എഴുതിയത്. അടുത്തതായത്, വ്യത്യസ്ത മനുഷ്യന്റെ വീക്ഷണകോണിൽ ഇത് എഴുതി. അന്നത്തെ 4 വിഭാഗം ജനവിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു? ഒന്ന്, യഹൂദന്മാർ. 2, റോമക്കാർ. അടുത്തത് ഗ്രീക്ക് വംശജർ, യവനന്മാർ. 4, ഇതിൽ നിന്നെല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തികൾ. അത് ഓരോരുത്തരും ആർക്ക് വേണ്ടി സുവിശേഷം ഏത് എഴുതിയത്? യഹൂദന്മാർക്ക് വേണ്ടി, അവർക്ക് മനസ്സിലാകുന്ന ഭാഷ എബ്രായ ഭാഷയിൽ അവരിൽ നിന്നുള്ള മത്തായി എഴുതി. രണ്ടാമത്, മർക്കോസിന് എഴുതുന്നത് റോമക്കാർക്ക്, അനുസരണവും അച്ചടക്കവും ജീവിതവ്രതമായി എടുത്ത റോമക്കാർക്ക് വേണ്ടി, ആ ജനവിഭാഗത്തിന് വേണ്ടി വളരെ വേഗത്തിൽ തിടുക്കത്തിൽ 16 അധ്യായത്തിൽ എഴുതിയിരിക്കണം. അവർക്ക് ഇങ്ങനെ ഇരുന്ന് വായിച്ചു തീർക്കാനൊന്നും കഴിയില്ല. അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് 16 അധ്യായത്തിൽ അവർ തിരിക്കുകയാണ്. അത് ലൂക്കോസ്, പൂർണ്ണനായിരിക്കുന്ന മനുഷ്യനെ തേടുന്ന യവനന്മാർക്ക് വേണ്ടി ലൂക്കോസ് എഴുതുകയാണ്. അതിൽ നിന്നെല്ലാം ക്രിസ്തുവിലേക്ക് വന്ന യഹൂദന്മാർക്ക് വേണ്ടി യോഹന്നാനും എഴുതുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ സവിശേഷതകളും ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കൂടെ മത്തായി സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൻ്റെ ഒരു സർവേ പോലെ രാജാവായിരിക്കുന്ന മശിഹായിരിക്കുന്ന യേശുവിൻ്റെ അവതരണവും രാജാവായി പിറന്നവനെവിടെ നിന്ന് തുടങ്ങുന്ന ആ മനോഹരമായിരിക്കുന്ന രോതാവിൻ്റെ വെല്ലുവിളി തുടങ്ങി ബാക്കി കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണവും രാജ്യസ്ഥാപനവും വരെയുള്ള കാര്യങ്ങൾ, നിയോഗങ്ങളും വരെ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെ വൈകിയ സമയത്ത് ഇത്രയും സന്തോഷത്തോടെ കഠിനമായിരിക്കുന്ന ഒരു ദിവസം, എല്ലാവരെക്കാളും കഠിനമായിരുന്ന ദിവസമായിരുന്നു എനിക്കും. ഞാൻ ബുദ്ധിമുട്ടിലായതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ 10 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ കഠിനമായിരിക്കുന്ന ജോലി തിരക്കുകളായിരുന്നു. എന്നാലും ദൈവവചനത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാനായിട്ട് ദൈവം സഹായിക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.